നമ്മുടെ വീടുകളിൽ വിൽപ്പനയ്ക്കായി തേയിലയും കറി പൗഡറും വീട്ടുപകരണങ്ങളുമൊക്കെയായി കുറച്ച് ചെറുപ്പക്കാർ വരാറില്ലേ? ജീവിക്കാൻ മറ്റ് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വെയിലും മഴയുമൊക്കെ കൊണ്ട് യുവാക്കൾ മാർക്കറ്റിംഗ് ജോലിക്കായി ഓരോ വീടുകളും കയറിയിറങ്ങുന്നത്. ടാർഗറ്റ് നേടിയില്ലെങ്കിൽ അവരുടെ ജോലി പോലും നഷ്ടപ്പെടാം. ഇങ്ങനെ കൊച്ചിയിലെ ഒരു മാർക്കറ്റിംഗ് കമ്പനിയിൽ ടാർഗറ്റ് എത്തിക്കാത്തതിൻ്റെ പേരിൽ യുവാക്കൾ നേരിട്ട തൊഴിൽ പീഡനത്തെക്കുറിച്ച് അറിഞ്ഞാൽ മനസ്സാക്ഷിയുള്ളവരുടെ ഉള്ളു കൊള്ളും. ബെൽറ്റ് കൊണ്ട് അടിക്കുന്നതിനൊപ്പം അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് നിർത്തും. തോർത്ത് നനച്ചടിക്കും. പടം ശരീരത്തിലേക്ക് എറിയുകയും അസഭ്യം പറയുകയും ചെയ്യും. ജീവനക്കാർ നേരിട്ട കൊടിയ പീഡനത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ജീവനക്കാർ പാൻസൂരി കഴുത്തിൽ ബെൽറ്റ് ധരിച്ച് നായ്ക്കളെ പോലെ മുട്ടിലിഴയണം. പിന്നെ തറയിൽ നിന്നും നാണയം നക്കിയെടുക്കണം. പുറത്ത് പറയാൻ പോലും സാധിക്കാത്ത പീഡനങ്ങളാണ് നടന്നതെന്ന് മുൻ ജീവനക്കാർ പറയുന്നു. എല്ലാവരും നിരത്തി നിർത്തും. എന്നിട്ട് പാൻറ് എല്ലാവരും അഴിക്കും. എന്നിട്ട് പരസ്പരം അങ്ങാട്ടും പിടിച്ചുകൊണ്ടിരിക്കാൻ പറയും. എന്നിട്ട് പിന്നെ കുറെ പച്ചക്ക് തണ്ടക്കും തള്ളക്കും കുറെ തെറിയൊക്കെ കേൾക്കേണ്ടി വരും. പിന്നെ അത് മാത്രമല്ല, ഈ പണ്ടത്തെ പോലീസുകാരൊക്കെ കൊടുക്കണ പണ്ട് കാലത്തെ ആൾക്കാർ കൊടുക്കണ പണിഷ്മെന്റ് ഇല്ലേ, ഈ വായിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് വായിലിരിക്കാൻ വേണ്ടി കസേരയിൽ ഇരിക്കണ പോലെ കൈ നീട്ടി കാൽ മുട്ടുമടക്കിട്ട് അതേപോലെ ഇരിക്കണം വായിൽ. അത് ഇച്ചിരി ഉപ്പൊന്നുമല്ല, ഒരു കറിക്കറിന് ഉപ്പൊന്നുമല്ല, ഒരു കയ്യിൽ ഉപ്പാണ്. ഉണ്ണുപോലെ എടുത്തിട്ട് വായിട്ടായിട്ട് വായിലിരിക്കണ ഇരിക്കാൻ പറയും. അങ്ങനെയാണ് അത് എനിക്കിട്ട് കിട്ടിയപ്പോഴാണ് ഞാൻ നിർത്തി പോകുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ ഈ താഴെ പഴമൊക്കെ ഇട്ടിട്ട് ചീന പഴമൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കുപ്പി ഇട്ടിട്ട് നക്കാനൊക്കെ പറയും. അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. തേയില, കറി പൗഡർ പോലുള്ള വസ്തുക്കൾ വീടുകളിൽ കയറി വിൽപ്പന നടത്തുന്നവരാണ് സ്ഥാപനത്തിലെ ജീവനക്കാർ. എറണാകുളം കലൂരിലുള്ള സ്വകാര്യ സ്ഥാപനത്തിലാണ് തൊഴിൽ പീഡനം നടന്നതെന്നാണ് ആദ്യം പുറത്തുവന്ന വിവരം. വാർത്തയെ തുടർന്ന് സ്ഥാപനത്തിൽ പോലീസ് പരിശോധന നടത്തി. ഈ നിലവിൽ ഇപ്പോൾ പ്രചരിക്കുന്ന ദൃശ്യങ്ങളാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അതിൽ ജോസഫ് ഈ പറഞ്ഞ ഇൻസിഡന്റ് നടന്നു എന്ന് പറയുന്നത് പോലത്തുള്ള ഒരു ഫ്ലോറിൽ നിന്നൊരു ഒരാൾക്കൊരു ടൈ കെട്ടി കൊടുക്കുന്നൊരു ദൃശ്യങ്ങൾ കണ്ടു. ഞാനിവിടെ കംപ്ലീറ്റ് പരിശോധിച്ചിട്ടും അത്തരത്തിലുള്ളൊരു ഫ്ലോറോ മറ്റു കാര്യങ്ങൾ കാണാൻ കഴിഞ്ഞില്ല. അത് ഞാൻ അയാളോട് ചോദിച്ചപ്പോൾ പെരുമ്പാവൂരുള്ള ഈ സ്ഥാപനത്തിന്റെ ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനത്തിന് അവിടുത്തെ നേരത്തെ പറഞ്ഞ ഷുഹൈലോ അയാൾ വിളിച്ചതനുസരിച്ച് പോയിരുന്നു. ഡിസ്ട്രിബ്യൂട്ടർ ആയതുകൊണ്ട് ഈ പറഞ്ഞ ചില ഗിഫ്റ്റുകൾ കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റ് പ്രൈസുകൾ കൊടുക്കാനോ പലപ്പോഴും പോകാറുണ്ട്. അതിന്റെ ഒരു വിഷ്വലാണെന്നാണ് അയാൾ പറയുന്നത്, അയാൾ അവകാശപ്പെടുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ ഇൻസിഡന്റ് അവിടെയാണോ എന്നുള്ളത് പെരുമ്പാവൂർ പോലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരെന്ത് ക്ലാരിഫൈ ചെയ്യണം. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മന്ത്രി വി ശിവൻകുട്ടി ലേബർ ഓഫീസറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഞാൻ ഈ വിവരം ടെലിവിഷനിലൂടെ അറിഞ്ഞുകൊണ്ടേ തന്നെ പരാതിക്കൊന്നും കാത്തു നിന്നില്ല. അപ്പോൾ തന്നെ ഡിസ്ട്രിക്ട് ലേബർ ഓഫീസറിന് സംഭവ സ്ഥലത്ത് പോകാനും പോയി കാര്യങ്ങൾ പരിശോധിച്ച് അടിയന്തരമായ റിപ്പോർട്ട് 2 ദിവസം തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു തർക്കവും വേണ്ട. ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ആവശ്യമായ കർശന നടപടി എടുക്കും എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ള ഈ കാര്യം. പെരുമ്പാവൂരിലെ കെൽട്രോ ഗ്രൂപ്പിനെതിരെയാണ് ആരോപണമെന്നും ഈ സ്ഥാപനത്തിന്റെ ഉടമയെ മറ്റൊരു പരാതിയിൽ നേരത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും സംഭവത്തിന്റെ വീഡിയോയുടെ ആധികാരികതയിൽ അന്വേഷണം നടത്തുന്നുണ്ടെന്നും പോലീസ് അറിയിച്ചു. അതേസമയം വിവിധ യുവജന സംഘടനകൾ സ്ഥാപനത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. തൊഴിലാളികളെ പീഡിപ്പിച്ചാൽ ഇട്ടിക്കേറി തല്ലും ഞങ്ങൾ, താക്കീതല്ലെന്ന് വെല്ലുവിളി. ന്യൂസ് 18 കൊച്ചി.